ചേട്ടാ, നമ്മുടെ വടകര മണ്ഡലം കുറെ നാളായിട്ട് നമ്മളിങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കുറേയേറെ മണ്ഡലങ്ങളുണ്ടെങ്കിലും വടകര കുറെ ആയി നമ്മളിങ്ങനെ ചർച്ചകളിലുണ്ട്. ഇതേപ്പോ വീണ്ടും ചർച്ചയിലോട്ട് വന്നിരിക്കുകയാണ് വടകര. കാരണം ഇന്നലെ അവിടെ ഒരു കൊലവിളി മുദ്രാവാക്യം ഉണ്ടായി. അതായത് SDP-കാര് ലീഗിനോടാണ് ഒരു കൊലവിളി നടത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഇപ്പൊ ആ വാക്ക് ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ യൂട്യൂബ് ചിലപ്പം നമ്മുടെ ഈ മുദ്രാവാക്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ യൂട്യൂബ് നമ്മുടെ ഈ ചാനലിനെ തന്നെ ഒരു ബാൻ ചെയ്യും ചിലപ്പം. ആ രീതിയിലൊരു മുദ്രാവാക്യമാണ് വിളിച്ചത്. നമ്മൾ നേരത്തെ പല ചർച്ചകളിലും ചേട്ടൻ തന്നെയാണ് ഇപ്പൊ നമ്മൾ രണ്ടുപേരും തമ്മിൽ പല വിഷയങ്ങളിൽ ചർച്ച ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ തീവ്രവാദ സ്വഭാവമുള്ള ചില രീതികളിലോട്ട് കുറെ കാലം കഴിയുമ്പോഴെങ്കിലും നമ്മുടെ കേരളത്തിനെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഉദാഹരണമല്ലേ ഇപ്പൊ ഈ നടന്ന ഈ ഒരു കൊലവിളി തന്നെ അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് എടുത്തൂടെ? തീർച്ചയായിട്ടും ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ഒരു സമുദായ സംഘടനകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില സംഘടനകളോ ഒന്നും നമ്മുടെ നാട്ടിൽ അത്ര പ്രശ്നക്കാരായിരുന്നില്ല. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദു ഇതിൽ പെട്ടിട്ട് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇപ്പം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇതിലെല്ലാം പല മതത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. ഈ പറയുന്ന മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, അതോടൊപ്പം ഹിന്ദുക്കളുണ്ട്. ഇവരെല്ലാം ഹിന്ദുക്കളിൽ തന്നെയുള്ള പല വിഭാഗങ്ങളിൽപ്പെട്ടവരും ഈ പറയുന്ന ഇടതുപക്ഷത്തിലും അതോടൊപ്പം UDF-ലും ഒക്കെയുണ്ട്. UDF-ലും BJP-ലും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു BJP-യിൽ അത്തരക്കാരുടെ എണ്ണം വളരെ കുറച്ചാണെങ്കിൽ പോലും, ന്യൂനപക്ഷത്തിൻ്റെ എണ്ണം വളരെ ന്യൂനപക്ഷമാണെങ്കിൽ തന്നെയും അവരിലെല്ലായിടത്തും ഉണ്ട്. ഈ BJP ഔട്ട്റീച്ചിന് ശ്രമിക്കും, ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലേക്കും മുസ്ലിം ഔട്ട്റീച്ചിലേക്കും BJP-യും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അതായത് ഒരു മതനിരപേക്ഷമായ ഒരു സംസ്കാരത്തിലൂടെ നമ്മൾ രാഷ്ട്രീയത്തെ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ള ചിന്തയായിരിക്കാം ഇപ്പോൾ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ഇതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. BJP-യുടെ അപ്പുറത്തുള്ള RSSന്റെ ആദർശങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഒരിക്കൽ പോലും ഇവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് അല്ല അതെ അവരുടെ ചിന്താഗതി. ആ ഹിന്ദുരാഷ്ട്രം അവർ വളർത്തിക്കൊണ്ട് വരുന്നതിന് ആദ്യം വേണ്ട എന്താണെന്നുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം അധികാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്തിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ്. അധികാരം എടുത്തു കഴിഞ്ഞെങ്കിൽ അല്ലെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് അവർ കടക്കാൻ പറ്റൂ. 1, 2, 3 നില സ്റ്റെപ്പ് കയറാൻ പറ്റൂ. അല്ലാതെ പെട്ടെന്ന് ചാടിക്കയറി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ വിമർശനം ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ശ്രമിച്ചുകൊണ്ട് ഇപ്പോൾ RSSന്റെ ഒരു വർഗീയ അജണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പം ഒറ്റയടിക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഒറ്റയടിക്ക് വർഗീയത പറയാൻ പറ്റില്ല. അതിന് പകരമായിട്ട് അവർക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്ന വർഗീയത നിങ്ങൾ അനുസരിക്കുന്ന തലത്തിലേക്ക് എത്തിക്കണം. ഇപ്പം ഞാൻ വിദ്യയോട് കുറച്ച് വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കേട്ടോണ്ടിരിക്കില്ല, ചിലപ്പോൾ വിദ്യ എന്നോട് റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനെ മോശമായി എന്നെ എതിർക്കും, ഒപ്പോസ് ചെയ്യും പല കാര്യങ്ങളിലും. അപ്പം അതേസമയം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ വിദ്യ എൻ്റെ ശമ്പളക്കാരിയായിരിക്കണം. ഞാൻ ശമ്പളം തന്നുകൊണ്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതാവുമ്പം ഞാൻ പറയുന്ന ആ വർഗീയത കേട്ടുകൊണ്ടിരിക്കും, അതിന് തലയാട്ടിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഇതാണ് അവരുദ്ദേശിക്കുന്ന ഒരു രീതി. ഇതാണ് അവരുദ്ദേശിക്കുന്ന ഹിന്ദുരാജ്യം. അതായത് മൊത്തം പിടിച്ചെടുത്ത് എല്ലായിടത്തും ഞങ്ങളുടെ അധികാരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി എന്തിനാണ് ഇവിടേക്ക് വന്നത്? വ്യാപാരത്തിന് വന്ന് വ്യാപാര മേഖലയെ കൈയടക്കി ക്രമേണ അവർ ഇതിന്റെ പേരിൽ പട്ടാളത്തെ ഇറക്കി രാജ്യത്തെ കീഴ്പ്പെടുത്തുകയും അവരുടെ അധീനതയിൽ കൊണ്ടുവരികയും ചെയ്തു. ഇതാണ് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിട്ടുണ്ട് തന്ത്രം. എന്ന് വെച്ചാൽ അതുപോലെ ഒരു രീതിയാണ് ശരിക്കും BJP പദ്ധതി ഇടുന്നത്. അവരുടേത് ഒരു അധികാര ശ്രേണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ അധികാരത്തിന് പുറത്തേക്ക് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്ന പോലെ തന്നെ ഇവിടെ അവർ അധികാരത്തിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സ്കൂളുകളിലേക്ക് ഗണഗീതം പാടിക്കുക, ഈ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക്, സർക്കാർ എന്താ പറയുക ഓഫീസുകളിൽ ഗണഗീതം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വർഗീയതയുണ്ട്. ആ ഒരു ഓപ്പോസിറ്റ് വർഗീയതയും നമ്മൾ ഭയക്കണം. ആ വർഗീയതയുടെ പച്ചയ്ക്കുള്ള ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ വടകരയിൽ നമ്മൾ കേട്ടത്. വടകര നേരത്തെ രാഷ്ട്രീയമായി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാഫിർ വിവാദം വരെ ശൈലജ ടീച്ചർ മത്സരിക്കുന്ന സമയത്ത് കാഫിർ വിവാദം വരെ ഉണ്ടാക്കിയെടുത്ത ഒരു വിഭാഗമാണ് ഈ വടകരയിൽ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിനെ അവിടെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി എന്ത് തരംതാണ കളിക്കും അവർ തയ്യാറായിരുന്നു. കാര്യം അവിടെ ആരാണ്? മുസ്ലിം ലീഗാണോ? അല്ല. മുസ്ലിം ലീഗിന്
പിന്നെ നേതാക്കൾക്കെതിരെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പാട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുദ്രാവാക്യം വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഇത്രയും കാലം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ലീഗ് നമുക്കറിയാം, പിന്നെ ഈ കഴിഞ്ഞ ബാബറി മസ്ജിദ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് ലീഗ് എടുത്തിരുന്ന ഒരു നിലപാടുണ്ട്. വളരെ വ്യക്തമായ ഒരു മതനിരപേക്ഷ നിലപാടെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. അത് സ്തുത്യർഹമായ കാര്യമാണ്. ലീഗ് ഇന്നേ വരെ തീവ്രമായ ഒരു ആശയത്തെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരിടത്ത് പോലും ലീഗ് ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ KM ഷാജിയൊക്കെ നമുക്ക് തള്ളിക്കളയാം. ഷാജി പലപ്പോഴും പറയുന്നത് തീവ്ര വർഗീയതയാണ്. അപ്പൊ ആ വർഗീയതയൊക്കെ നമുക്ക് തള്ളിക്കളഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഇപ്പം പിന്നെ മുനീർ സാഹിബ് ആണെങ്കിലും, ഇപ്പം കുഞ്ഞാപ്പയാണെങ്കിലും, കുഞ്ഞാപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയാണെന്നുണ്ടെങ്കിലും, അപ്പുറത്തോട്ട് നിന്നാൽ ആജിയാരാണെങ്കിലും, തങ്ങളാണെങ്കിലും, അവരാരും തന്നെ ഈ പറയുന്ന ഒരു തീവ്രമായ വർഗീയത പ്രചരിപ്പിക്കാൻ, സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ഇന്ന് വരെ. അവർക്കതിനാകുമായിരുന്നു. കാരണം അവര് പിന്നെ നിൽക്കുന്ന ഒരു മുന്നണിയെ അപ്പാടെ വേണമെങ്കിലും വർഗീയവൽക്കരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതലുള്ള മുസ്ലിം ലീഗ് ആയിരുന്നു. ഒരു ഘട്ടത്തിൽ നമ്മുടെ കേരളം ഭരിക്കുന്ന സാഹചര്യത്തിൽ പോലും അവർക്കായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത്. മുസ്ലിം ലീഗിന്റെ MLA-മാരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എന്നിട്ട് പോലും അവരങ്ങനെ ഒരു പരിവർത്തനത്തിനുള്ള തയ്യാറെടുപ്പ് മുസ്ലിം ലീഗ് നടത്തിയിട്ടില്ല എന്നുള്ളത് അവരുടെ ഒരു മതനിരപേക്ഷതയെ നമുക്ക് മനസ്സിലാക്കി കാണിക്കാൻ ഉപകരിക്കും എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഈ മുസ്ലിം ലീഗിന്റെ പിന്നെ നമ്മുടെ മുനീർ സാഹിബ് തന്നെ പിന്നെ പുറത്തേക്ക് വന്നിട്ട് ആശുപത്രി വാസം എല്ലാം കഴിഞ്ഞ് മുനീർ സാഹിബ് പുറത്തേക്ക് വരുന്ന സമയത്തും അദ്ദേഹം അതുവരെ ധരിച്ചു വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് തുറന്നു പറയാൻ അദ്ദേഹം ഒരു മടിയും കാണിച്ചില്ല. കാരണം പല ഘട്ടങ്ങളിലും പിണറായി വിജയനെ അദ്ദേഹം വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടുണ്ട് ഈ മുനീർ. അപ്പം അദ്ദേഹത്തിന് വയ്യാതായ സമയത്ത് പിണറായി വിജയൻ എടുത്തിട്ടുള്ള നിലപാടുകളും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കലും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ പിണറായി വിജയന്റെ പെരുമാറ്റവും ഒക്കെ തന്നെയും മുനീർ സാഹിബിലും ഉണ്ടാക്കിയിട്ടുണ്ട് മാറ്റങ്ങൾ. അപ്പൊ ആ മാറ്റം അനുസരിച്ച് പറയുമ്പോൾ ഞാൻ ഇത്ര കാലം അദ്ദേഹത്തെ പറഞ്ഞതെല്ലാം തെറ്റായി പോയിരുന്നു എന്നുള്ള ഒരു തോന്നലിലേക്ക് മുനീർ സാഹിബ് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തീവ്രവാദം അല്ലെങ്കിൽ തീവ്ര ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ഒരു ജനാധിപത്യപരവും മതേതരത്വവുമായ കാഴ്ചപ്പാടാണെന്ന് നമുക്ക് കാണേണ്ടി വരും. അതൊരു മുസ്ലിം ലീഗിന്റെ അടിത്തറയാണ്. കുഞ്ഞാപ്പ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഇത്രയും കാലമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കുഞ്ഞാലിക്കുട്ടി ഒരു ഘട്ടത്തിലും വർഗീയത പ്രസംഗിച്ചിട്ടില്ല എവിടെയും. KM ഷാജി മാത്രമാണ് പലയിടത്തും വർഗീയത പ്രസംഗിച്ചിട്ടുള്ളത്. KM ഷാജിയും അതുപോലെ ചില യൂത്ത് ലീഗ് നേതാക്കന്മാരും ഒക്കെ മാത്രമാണ് ഈ പറയുന്ന ഒരു വർഗീയത വൈഡ് സ്പ്രെഡ് ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ നമുക്ക് ഹൈദരലി ശിഹാബ് തങ്ങളാണെങ്കിലും സാദിഖ് അലി ശിഹാബ് തങ്ങളാണെങ്കിലും അവരുടെ ആ കുടുംബം, അവര് തങ്ങൾ എന്ന് വിളിപ്പേരുള്ള ആ കുടുംബം ഒരിക്കൽ പോലും എവിടെയും ഒരു വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഈ UDF ഇപ്പോ പുതിയൊരു തത്വത്തിന്റെ ഭാഗമായി, പുതിയ ചില കൂട്ടുകെട്ടുകളുടെ ഭാഗമായിട്ട് UDF കടന്നുകൂടിയിട്ടുള്ള, പിന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പുറത്തു നിന്നുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ചില പാർട്ടികൾ, മത രാഷ്ട്രവാദികളുണ്ട്, അങ്ങനെ തന്നെ പറയണം. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇവിടെ വോട്ടെടുപ്പ് വേണ്ട എന്ന് ശക്തിയുക്തം വാദിക്കുകയും അതിനെതിരെ പ്രക്ഷോഭം നടത്തുകയും ചെയ്ത ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അത് പിന്നെ കളിയാക്കി മൗമൂദികൾ എന്ന് വിളിക്കുന്ന ഒരു സംഘടനയാണ്. എന്നിട്ട് അവരെന്താ ചെയ്തത്? അവര് പിന്നീട് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ ജനാധിപത്യത്തിലേക്ക് അവർക്ക് എൻട്രി ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരൊരു സംഘടന ഉണ്ടാക്കുന്നു. അതാണ് ഈ പറയുന്ന വെൽഫെയർ പാർട്ടി. അപ്പം ഏതെങ്കിലും ഒരു സർക്കാർ ക്രമത്തിന്റെ അല്ലെങ്കിൽ ഭരണഘടനാ ക്രമത്തിന്റെ ഭാഗമായിരിക്കാൻ വേണ്ടി അവരുണ്ടാക്കി വെച്ച ഒരു പോയിന്റാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി. എന്നിട്ട് വെൽഫെയർ പാർട്ടി ഉണ്ടാക്കുന്നു. വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി ആ വെൽഫെയർ പാർട്ടി മുന്നോട്ട് പോകുന്നു. സെയിം ടൈം നമ്മൾ കുറച്ച് ബാക്കിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന നമ്മുടെ സംസ്ഥാനത്തിനകത്ത് വല്ലാണ്ട് പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ടുകാർ അവര് തീവ്രവാദത്തിന് വേണ്ടിയിട്ട് പലയിടങ്ങളിലും പല ഈ RSSകാരും പറയാറുണ്ട്, അവരൊക്കെ ഈ വെട്ടുപടിക്കാൻ വേണ്ടി നായ്ക്കളെ വെട്ടിയിട്ടാണ് അവർ വെട്ടുപടിച്ചുകൊണ്ടിരുന്നത്. പലയിടങ്ങളിലും അങ്ങനെ നായ്ക്കള് കൂട്ടം കൂടി ചത്ത് കിടക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത സമയത്തും അങ്ങനെ ഒരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അടിച്ച് ഒരു നായ, അവരുടെ തുറങ്ങിക്കിടന്ന നായയെ വന്ന് തല്ലിക്കൊല്ലുന്ന ആൾക്കാർ CCTV-യിലൊക്കെ അതിന്റെ ദൃശ്യങ്ങൾ വന്നിരുന്നു. അപ്പൊ ആ രീതിയിലേക്ക് ഒരു നായകളെ വെട്ടിപ്പടിക്കുമ്പോൾ ആ വെട്ട് കൃത്യമായി പഠിക്കാൻ കഴിയും. ആരും ചോദിക്കാനും പറയാനും ഇല്ല നായകൾക്ക്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ വന്ന ഒരു സംഘടന ആയതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ രാജ്യത്ത് നിരോധിച്ചു കഴിയുമ്പോൾ സംഘടന മാത്രം നിരോധിക്കപ്പെട്ടു. ഒരു സംഘടനയ്ക്കകത്തുള്ള വ്യക്തികളെ നിരോധിക്കാൻ കഴിയുമോ? വ്യക്തികളെ നിരോധിക്കാൻ കഴിയില്ല. അവര് അത്ര കാലം കൊണ്ടുനടന്ന ആശയങ്ങൾ, അവരത്ര കാലം കൊണ്ടു നടന്ന ചെയ്തികൾ, ഇതെല്ലാം അവരുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതൊക്കെ സപ്രസ് ചെയ്യപ്പെട്ടു, അടിച്ചമർത്തപ്പെട്ടു. അപ്പോഴും ആ സംഘടന ഇപ്പം SNDP എന്ന് പറയുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഘടന, ഒരു ക്ലബ്ബ് ഉണ്ടെന്ന് വെച്ചു, ആ സംഘടന നിരോധിക്കപ്പെടുന്നു.
ആ നിരോധിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇതിനകത്തുള്ള ആൾക്കാരൊക്കെ എവിടെ പോയി ചേക്കേറും? അവരൊന്നുകിൽ മറ്റു ഇതുമായി അവരുടെ പൊരുത്തപ്പെടുന്ന ആശയങ്ങൾക്ക് വിലക്കിടാൻ പറ്റത്തില്ല. വിലക്കിടാൻ പറ്റത്തില്ല. അപ്പൊ അവരുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്ന മറ്റൊരു സംഘടനയിലേക്ക് അവർ സ്വാഭാവികമായും ചെന്ന് ചേരും. ഇപ്പൊ CPI എന്ന് പറയുന്ന ഒരു പാർട്ടി നിരോധിച്ചു കഴിഞ്ഞാൽ CPI എന്ന് അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി നിരോധിച്ചാൽ ആ പാർട്ടിക്കുള്ളിൽ അതേ ആശയങ്ങൾ പേറുന്നവർ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു രാഷ്ട്രീയ കക്ഷിയിലേക്ക് ചേക്കേറും. സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സംഘടന ഉണ്ടാക്കും എന്ന് പറയുന്ന പോലെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ട ആളുകൾ അപ്പൊ എവിടേക്ക് ചെന്നാണ് ചേർന്നിട്ടുണ്ടാവുക? സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാം അത് അവരോട് ചേർന്ന് നിൽക്കുന്ന വെൽഫെയർ പാർട്ടി പോലെയുള്ള പാർട്ടികളിലേക്ക് ചെന്ന് ചേർന്നു, അല്ലെങ്കിൽ ഇവിടെയുള്ള SDPI പോലെയുള്ള സംഘടനകളിലേക്ക് ചെന്ന് ചേർന്നു. അപ്പം SDPIയുടെ ആണെങ്കിലും വെൽഫെയർ പാർട്ടിയുടെയും അപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് മുഖമുദ്രയിലില്ലെങ്കിൽ പോലും അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് ഇതെല്ലാം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളാകുമ്പോൾ അവർക്ക് അവരുടെ ഒറിജിൻ ഏത് സമയത്ത് വേണേലും പ്രകടിപ്പിക്കാൻ കഴിയുന്നു. അതിപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ചിന്തിക്കുമ്പോൾ പേരിൽ മുസ്ലിം ഉള്ള ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ്, രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ്. പക്ഷെ അവർ മതപരമായി ഒന്നും സംസാരിക്കുന്നില്ല, മതത്തെ ഉയർത്തി പറയുന്നില്ല, വർഗീയത പ്രസംഗിക്കുന്നില്ല. അവരുടെ മതത്തിനപ്പുറത്തേക്കുള്ള എല്ലാ മതങ്ങളെയും അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി നിലനിൽക്കുന്നത് കൊണ്ടാവാം ഉത്തര മലബാറിൽ അല്ലെങ്കിൽ മലബാർ മേഖലകളിലൊക്കെ ഇപ്പോഴും ഒരു മതസൗഹാർദ്ദം നിലനിന്ന് പോരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ലീഗിന് അത്രത്തോളം പ്രസക്തി ഉണ്ടെന്നേ. അല്ല, ലീഗിന്റെ പ്രസക്തി നമുക്ക് ഒരിക്കലും കുറച്ച് കാണിക്കാൻ കഴിയില്ല. വർഗീയതയെ ചെറുക്കുന്നതിൽ ലീഗ് വല്ലാത്തൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ UDFന്റെ നിലപാടാണ് പ്രശ്നം. അതായത് UDFന്റെ ചെയർമാൻ അടക്കമുള്ള VD സതീശന്റെ നിലപാടുകളാണ് പ്രശ്നം. VD സതീശന്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും പിന്നെ അതോടൊപ്പം തന്നെ ഏത് പോപ്പുലർ ഫ്രണ്ടിനെ വരെ ചേർത്ത് നിർത്താനുള്ള ഒരു മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൂടെ നിർത്തും. അത് നേരത്തെ പോലെ പറഞ്ഞല്ല. കാര്യം എന്താ? 10 വോട്ടിന് വേണ്ടിയിട്ട് മതപരമായ എല്ലാത്തിനെയും ഒപ്പം നിർത്താൻ ശ്രമിച്ചു. അപ്പം സ്വാഭാവികമായി സംഭവിക്കുന്നത് ഈ പറയുന്ന ആളുകൾ ഒരു വശത്തേക്ക് തിരിയുന്നുണ്ട്. അതിനകത്ത് അവർക്ക് വേറൊന്നും നോക്കാനില്ല. തങ്ങളുടെ ആശയങ്ങൾക്കെതിരായി സംസാരിക്കുന്നതിന്റെ കൈ വിട്ടുവെന്നും കാല് വിട്ടുവെന്നും ഒക്കെ പറയുന്നതിനൊന്നും അവർക്ക് യാതൊരു മടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അവർ പറയുന്നത് പാണക്കാട്ടെ തങ്ങന്മാർക്ക് കൊടുത്തയക്കുമെന്നോ പാഴ്സൽ അയക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പാലക്കാട്ടെ തങ്ങന്മാരെ കേരളത്തിലെ പാണക്കാട്ടെ തങ്ങന്മാരെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു വലിയ വിശുദ്ധ പദവിയിലാണ് കാണുന്നത്. ഇപ്പൊ നമുക്കറിയാം സമസ്ത മുനവറയിൽ ശിഹാബ് തങ്ങളാണെങ്കിലും ആരെയാണെങ്കിലും നമ്മൾ എടുത്തു വെച്ച് നോക്കൂ, അവരെയൊക്കെ നമ്മൾ കാണുന്നില്ല. ഇപ്പൊ സമസ്തയുടെ കുറച്ച് നേതാക്കന്മാരുണ്ട്. സമസ്തയുടെയൊക്കെ നേതാക്കന്മാരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുവരെ തീവ്രമായ ഒരു വർഗീയത പറഞ്ഞിട്ടില്ല. സമസ്ത എന്നിട്ട് മുന്നറിയിപ്പ് കൊടുത്തു, ലീഗ് സൂക്ഷിക്കുക, ഈ പറയുന്ന SDPയുമായോ അല്ലെന്നുണ്ടെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായിട്ടോ ഉണ്ടാക്കുന്ന ചെങ്ങാത്തം ശരിയല്ല എന്ന് സമസ്ത മുന്നറിയിപ്പ് നൽകിയതാണ്. അപ്പം ഇവരെല്ലാവരും കൃത്യമായി അറിയാം ഈ പറയുന്ന SDPI ആണെങ്കിലും വെൽഫെയർ പാർട്ടി ആണെങ്കിലും നാളെ മുസ്ലിങ്ങൾക്ക് തന്നെ ദോഷകരമായി മാറുന്ന തരത്തിലേക്ക് ഇവരുടെ വർഗീയതയെ ആളിക്കത്തിക്കും. ഈ സമസ്ത കൊടുത്ത മുന്നറിയിപ്പ് ഇപ്പോഴെങ്കിലും ലീഗിന് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കണം. ലീഗിനി അത് മനസ്സിലാക്കണം. കാര്യം ഇവരുടെ ആശയം തന്നെ തെറ്റല്ലേ. ലീഗ് എന്തിനു വേണ്ടിയിട്ടാണ്? ലീഗ് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ പാർട്ടി. അത് ജനാധിപത്യ ക്രമത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പാർട്ടിയായി ലീഗ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പാർട്ടിക്കെതിരെ SDPI പോലെയുള്ള ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടന കൊലവിളി ഉയർത്തുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഇതിനകത്തുള്ളത് ആരാണ്? മുസ്ലിം ലീഗിനകത്തുള്ളത് ആരാണ്? കൂടുതലും മുസ്ലിംസ് ആണ്. അപ്പോൾ അവരുടെ സംഘടനയോട് പോലും എതിരിടാനും അവരെ മുദ്രാവാക്യം വിളിച്ച് അവരുടെ തലയും കാലും ഒക്കെ വെട്ടാനും മടിയില്ലാത്തവരാണ് ഈ കൂട്ടരെന്ന് പച്ചയ്ക്ക് പ്രഖ്യാപിക്കുകയല്ലേ. അത് സ്വന്തം കൂട്ടത്തിലുള്ളവർക്ക് പോലും ഭീഷണിയാണെന്ന് ഈ സംഘടന. ഈ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇവിടുത്തെ UDF മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷമായിരിക്കും നാളെ കേരളത്തിൽ ഉണ്ടാവുക നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഒരു വശത്ത് നമ്മൾ ചെറുക്കേണ്ടത് പിന്നെ നമ്മൾ ചെറുക്കേണ്ടത് ഒരു ഹൈന്ദവ വർഗീയത ഒരു വശത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു, ഒരു വശത്ത് ഈ പറയുന്ന ന്യൂനപക്ഷ വർഗീയത. ഈ രണ്ട് വർഗീയതയും ഇങ്ങനെ രണ്ട് വശത്തു നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ഈ മലബാർ മേഖലകളിൽ നാളെ എന്ത് സംഭവിക്കും, അതായത് ഭയപ്പെടുത്തുന്ന എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിലേക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വശത്ത് നോക്കുവാണെങ്കിൽ ഭൂരിപക്ഷ വർഗീയത, ഒരു വശത്ത് ന്യൂനപക്ഷ വർഗീയത. ഈ രണ്ട് വർഗീയത രണ്ട് വശത്തു നിന്ന് ഈ നടുക്ക് നിൽക്കുന്ന ഒരു ടീമുണ്ടല്ലോ, ഇവരിലേക്ക് വന്ന് മൂടുകയാണ്. നമുക്ക് ഇതിനെ ചെറുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ചെറുക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യമല്ല. അതിന് ഇവിടെ കൃത്യമായി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും കൃത്യമായി ഒരു സ്റ്റാൻഡ് എടുക്കണം. ഇപ്പൊ തന്നെ നമുക്ക് വോട്ടല്ല പ്രധാനം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് എത്താൻ കഴിയണം. അതായത് അങ്ങനെ എത്താൻ പറ്റത്തില്ല. ഭൂരിപക്ഷം വരുന്ന ഇപ്പം ഈ ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാൻ കഴിയും. ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കുന്നത് പക്ഷേ തീവ്രവാദ അല്ലെങ്കിൽ മറ്റു ന്യൂനപക്ഷ വർഗീയത കൊണ്ടാകരുത്. അവിടെയാണ് പ്രശ്നം വരുന്നത്.
അപ്പോൾ ഈ SDPI അകറ്റി നിർത്തിയാൽ എന്താണ് പ്രശ്നം? ഉം. SDPIക്ക് വിലക്ക് ഏർപ്പെടുത്തുക. നമുക്കറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഷാഫി പറമ്പിൽ ജയിക്കുന്ന ആരുടെ വോട്ട് കൊണ്ടാണ്? എല്ലാം SDPI. ആരാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ് ആണെന്നേ. കോൺഗ്രസ്. ഈ UDFകാർ തന്നെ വളർത്തി വലുതാക്കുന്ന രണ്ട് വർഗീയതയാണ്. ഒന്ന് ഈ പിന്നെ BJPയും ഒന്ന് SDPIയുടെ വെൽഫെയർ പാർട്ടി അടക്കമുള്ള ഈ ഒരു വർഗീയതയും. ഇതിനെ രണ്ടും വളർത്തിക്കൊണ്ടുവരുന്ന UDF ആണ്. നമ്മൾ പച്ചയ്ക്ക് നോക്കിയാൽ മനസ്സിലാവും. എല്ലായിടത്തും സന്ധി ചെയ്തുകൊണ്ട് എല്ലായിടത്തും വളരെ കൃത്യമായ രീതിയിൽ വോട്ട് മറിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളമേകിക്കൊണ്ടിരിക്കുന്ന UDF ആണെന്ന് സമ്മതിക്കേണ്ടി വരും. പിന്നെ ഇവിടെ ഒരു നീക്കുപോക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ ഒരു നീക്കുപോക്ക് ഉണ്ടായി കഴിയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കിക്കൊണ്ട് അതിനെ വോട്ട് ബാങ്കാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന UDF അല്ലേ? ഇവിടെ വെൽഫെയർ പാർട്ടി ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? UDFിനൊപ്പമാണ്. SDPI ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? പിന്നെ ഇവർക്കൊപ്പമാണ്, UDFിനൊപ്പമാണ്. ജമാഅത്തെ ഇസ്ലാമി അവർക്കൊപ്പമാണ്. സിമ്പിളായില്ലേ? അപ്പോൾ രണ്ട് വർഗീയതയും ഇവർ തന്നെ വളമൂട്ടി വളം കൊടുത്ത് ഇങ്ങനെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് നിലവിലത്തെ സാഹചര്യം. ഇത് ചെറുക്കപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരക്കാരെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ്. പിന്നെ എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളോട് സമൂഹത്തിന് താല്പര്യം വന്ന് തുടങ്ങി. ആൾക്കാർക്ക് താല്പര്യം വന്നു തുടങ്ങി. അത് എനിക്കൊന്ന് ചെറുപ്പക്കാർക്കാണ് അത്തരത്തിലുള്ള താല്പര്യം ഉണ്ടാകുക. ഒരു വിഭാഗം ഇവിടെ മുസ്ലിം അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദം അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദത്തെ ചിലർ അനുകൂലിക്കുന്നു, ചിലർ പിന്നെ ഭൂരിപക്ഷ വർഗീയതയും അല്ലെങ്കിൽ ഭൂരിപക്ഷ തീവ്രവാദത്തെയും അംഗീകരിക്കുന്നു. ഇത് സ്വാഭാവികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നാണയത്തിന്റെ വശങ്ങൾ പോലെ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പേടിപ്പെടുത്തുന്ന ഒരു കാര്യം.